ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വീട്ടമ്മമാർ അത്യാവശ്യമായിട്ട് കിച്ചണിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നല്ല നല്ല അടിപൊളി ടിപ്സായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാം തന്നെ നിങ്ങളുടെ കിച്ചണിലേക്ക് തീർച്ചയായും യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തക്കാളി വെച്ചിട്ടുള്ളൊരു സൂപ്പർ ടിപ്സാണ് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. രസം വയ്ക്കാനാണെങ്കിലും സാമ്പാറിനാണെങ്കിലും അല്ലെങ്കിൽ മിക്കവാറും നമ്മൾ തക്കാളി ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ചില ദിവസങ്ങൾ രസം വയ്ക്കാനൊക്കെ ആയിട്ട് നമ്മൾ തക്കാളി സ്കിന്നൊക്കെ കളഞ്ഞെടുക്കാൻ വേണ്ടി ചുടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഈ ഒരു സ്പൂണ് വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു സൂത്രപ്പണി കാണിച്ചു തരാൻ പോവുകയാണ്. നമ്മുടെ വീട്ടിലുള്ള സ്പൂണ് മതി കേട്ടോ. ഇതുപോലെ ഒരു സ്പൂൺ എടുത്ത് നമുക്ക് ആവശ്യമുള്ള തക്കാളിയും കൂടെ എടുത്തിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക. തക്കാളിയുടെ എല്ലാ ഭാഗത്തും ആവണം കേട്ടോ. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക സ്കിന്ന് പൊളിച്ചെടുക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഞാനിവിടെ തക്കാളി എല്ലായിടത്തും ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക മിറാക്കിളായിട്ടുള്ള ഒരു കാര്യം കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്തെടുത്ത തക്കാളി ഒരു കത്തി വെച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ആ ഒരു മാജിക്ക് കാണാൻ പോകുന്നത്. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു തക്കാളിയുടെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൈയൊന്നും പൊള്ളാതെ തന്നെ നമുക്ക് ചുടുവെള്ളത്തിലിടണ്ട, കൈ പൊള്ളണ്ട. ചുടുവെള്ളത്തിലൊക്കെ ഇടുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും സ്കിന്നെടുക്കാൻ പറ്റില്ല, കൈയൊക്കെ പൊള്ളിയിട്ട് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ ഗ്യാസിനും ചിലവില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് പച്ച തക്കാളിയിൽ നിന്ന് തന്നെ സ്കിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. തീർച്ചയായും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അടുത്തതായിട്ട് സവാളയിലാണ്. സവാളയിൽ ഒരു 2-3 ടിപ്സ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾക്ക് ആദ്യം തന്നെ ഞാനിവിടെ ഒരു സവാള പൊളിച്ച് തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ഇതുപോലെ അതിൻ്റെ ആ ഒരു കാമ്പ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മുറിച്ചെടുക്കാറുണ്ട് കേട്ടോ ആദ്യമൊക്കെ. അപ്പോൾ മുറിക്കുന്ന സമയത്ത് നമ്മൾക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് കാണിച്ചു തരാം. ഇങ്ങനെ പൊളിക്കുന്ന സമയത്ത് ഉള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നി പോവാറുണ്ട്. കറക്റ്റായിട്ട് പൊടിയായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഡിഫറൻസ് കാണുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ ഈ ഒരു പീസ് കട്ട് ചെയ്തത്. അപ്പോൾ അടുത്ത സവാളയിൽ നമ്മൾ അതിൻ്റെ കാമ്പ് കട്ട് ചെയ്ത് എടുക്കാതെയാണ് പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റാനൊക്കെ ആണെങ്കിൽ മാത്രം ഈ കാമ്പ് നേരത്തെ എടുത്തിട്ട് ഇതുപോലെ റഫായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ സവാളയുടെ അടുത്ത ടിപ്സ്, നമ്മളതിൻ്റെ കാമ്പ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല, അല്ലാതെ തന്നെ സവാള 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കത്തി വെച്ചിട്ട് നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളി എവിടെ തെന്നി പോവില്ല കേട്ടോ. കാമ്പിൻ്റെ ഭാഗത്താവണം നമ്മൾ ഇതുപോലെ പിടിക്കേണ്ടത്, അല്ലാതെ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ എന്തായാലും ഉള്ളി തെന്നി മാറിപ്പോകും. അപ്പോൾ കണ്ടില്ലേ, രണ്ടിൻ്റെയും ഡിഫറൻസ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൻ്റെയും ഇപ്പോൾ കട്ട് ചെയ്തതിൻ്റെയും ഡിഫറൻസ് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇനി കാമ്പ് നമുക്ക് ലാസ്റ്റായിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കളയുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടിപ്സും കൂടെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ അടുക്കളയിൽ ഒരിക്കലും കരയേണ്ടി വരില്ല കേട്ടോ. അതിൻ്റെ ഒരു ടിപ്സാണ്. നമ്മൾ ഡെയിലി നമ്മുടെ ജീവിതത്തിൽ ഉള്ളി മുറിക്കാത്ത ദിവസങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഒക്കെ കരച്ചിൽ വരും, കണ്ണിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്സാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ടിഷ്യൂ വേണമെന്നില്ല, ന്യൂസ് പേപ്പർ ആയാലും അല്ലെങ്കിൽ ഒരു കഷ്ണം തുണിയാണെങ്കിലും മതി കേട്ടോ. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനത് ഇവിടെ നമ്മൾ കട്ടിങ് ബോർഡിൻ്റെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് ഉള്ളി സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. ഇതും കാമ്പ് കളയാത്ത ഉള്ളിയാണ്. വളരെ നേരിയതായിട്ടുള്ള സ്ലൈസാക്കി എടുക്കാനും ഇത് പറ്റുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ഉള്ളി കട്ട് ചെയ്യുന്ന സമയത്ത് ടിഷ്യൂ പേപ്പർ നനച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും വരില്ല. അത് തീർച്ചയാണ്. നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
ഇനി അടുത്ത ടിപ്സ്, നമ്മുടെ വീട്ടിൽ സവാളയൊക്കെ കുറച്ചധികം മേടിച്ച് വയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ഉള്ളിയൊക്കെ മുളച്ച് വരാറുണ്ട്. നമ്മൾ മുളച്ച ഉള്ളിയൊക്കെ എടുത്ത് നമ്മൾ വേഗം വേഗം അരിഞ്ഞ് കറിയൊക്കെ ഉണ്ടാക്കും. എന്നാൽ അതിൽ നിന്ന് ഒന്നോ രണ്ടെണ്ണമൊക്കെ മാറ്റി നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് കാട് പിടിച്ച പോലെ സ്പ്രിങ് ഓണിയൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതിന് പ്രത്യേകിച്ച് വളമോ ഒന്നും വേണ്ട, മണ്ണും വേണ്ട കേട്ടോ. നമുക്കൊരു ചായക്കപ്പ് മാത്രം മതി, ഒരു ചെറിയൊരു ബോട്ടിലാണെങ്കിലും മതി കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ഈ ഒരു കപ്പ് ഇങ്ങനെയുള്ള കപ്പിലാണ് ഞാൻ വയ്ക്കാറുള്ളത് കേട്ടോ. ഞാൻ ഇടയ്ക്ക് മിക്കവാറും ഈ ഒരു സ്പ്രിങ് ഓണിയൻ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. വല്ലപ്പോഴും അത്യാവശ്യമെങ്കിൽ മാത്രമാണ് പുറത്തുനിന്ന് മേടിക്കാറുള്ളൂ. അപ്പോൾ ഇത് ഒരു കപ്പ് നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു സവാള, മുള വന്ന സവാള ഇതുപോലെ ആ വെള്ളത്തിൽ അതിൻ്റെ റൂട്ട്, അതിൻ്റെ വേര് മുട്ടുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം വെച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് കൂടെ ഈ ഒരു ടിപ്സിൽ ഉൾപ്പെടുത്താമെന്ന്. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഒരു സവാളയും കൂടെ എടുത്തിട്ട് 2 കപ്പുകളിലേക്ക് വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഈൽഡ് എടുക്കുന്നത് കാണണ്ടേ, എത്രത്തോളം വളർന്ന് നമുക്ക് കിട്ടാറുണ്ട് എന്നുള്ളത് കാണണ്ടേ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അത് പക്ഷേ നേരത്തെ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. സ്പ്രിങ് ഓണിയൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഈ ഒരു സവാള സ്പ്രിങ് ഓണിയൻ ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൻ്റെ മുകളിലേക്കായിട്ട് വയ്ക്കാറുള്ളത്. നല്ല ഭംഗിയാണത് മുളച്ച് നിൽക്കുന്നത് കാണാനായിട്ട്. ഒരാഴ്ച വരെ ഈ ഒരു സവാള പൊങ്ങി വരാനായിട്ട് ഒരു സമയം എടുക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ കാട് പിടിച്ച പോലെ നമുക്ക് സ്പ്രിങ് ഓണിയൻ കിട്ടും. ഇത് അപ്പോൾ നമ്മൾ നേരത്തെ മുളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇത് ഞാനിതാ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത്രയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫ്രഷായിട്ട് നമ്മുടെ വീട്ടിൽ യാതൊരുവിധ കെമിക്കലോ വളമോ ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ല അടിപൊളി ഫ്രഷ് സ്പ്രിങ് ഓണിയൻ ആണ്. കണ്ടില്ലേ, ഇത് ഓംലെറ്റ് ഉണ്ടാക്കാനും സ്പ്രിങ് ഓണിയൻ ഫ്രൈഡ് റൈസിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്സും കൂടെ പറഞ്ഞുതരാം. 1 മാസത്തോളം തീരെ ഒട്ടും ചീത്തയാവാതെ ഫ്രഷായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കായിട്ട് സ്പ്രിങ് ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ട് അത് ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മാസത്തോളം നമുക്കത് ചീത്തയാവാതെ കിട്ടും. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുത്ത ആ ഒരു സവാളയിൽ നിന്നും വളരെ പെട്ടെന്ന് ഒരാഴ്ചൻ്റെ ഉള്ളിൽ വീണ്ടും ഇത്രയും തന്നെ നമുക്ക് സ്പ്രിങ് ഓണിയൻ കിട്ടും കേട്ടോ. അടുത്തതായിട്ടുള്ള നമ്മുടെ ടിപ്സ് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു റെസിപ്പിയും കൂടാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ദോശ ഉണ്ടാക്കാൻ അളവിനുള്ള ദോശ ബാറ്റർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ വീട്ടിൽ സാധാരണ തോരനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കി ആവാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ബീട്രൂട്ട് തോരനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബാക്കി വന്നതാണ് നമുക്ക് ഇങ്ങനെ ചേർക്കാം. അതല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയ തോരനാണെങ്കിൽ ചേർക്കാം കേട്ടോ. ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു ദോശ ബാറ്റർ നമ്മൾക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് പരത്തിയെടുത്ത് ഒരല്പം ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒലിവ് ഓയിലൊക്കെ ചേർക്കുന്നത് ഓപ്ഷണലാണ്. തോരനിൽ അത്യാവശ്യം ഓയിലൊക്കെ ഉണ്ടാവും, അത് ഓപ്ഷണലാണ് കേട്ടോ. ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഈ ഒരു ദോശ കഴിക്കാനായിട്ട് ചട്ടണിയുടെയോ അല്ലെങ്കിൽ ചമ്മന്തിയുടെയോ ഒരാവശ്യമില്ല. അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം വെയിറ്റ് ലോസ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ലോസ് ആവാനായിട്ട് നമുക്ക് ഇതുപോലെ വെജിറ്റബിൾ ദോശ ആയിട്ടൊക്കെ കഴിച്ചാൽ മതി കേട്ടോ. പിന്നെ വീറ്റ് ഫ്ലോറിലും ഓട്സ് പൊടിച്ചെടുത്ത ആ ഒരു ഫ്ലോറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഓൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.